എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് കാർപ്പ് ലൂഫിയോട് പറയും, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനോ പിടിച്ചുകൊണ്ട് പോകാനോ അല്ല ഇവിടേക്ക് വന്നത്. എനിക്ക് നിന്നെ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് വന്ന് നിന്നെ കണ്ടിട്ട് പോകാം എന്ന് കരുതി. ഇനി നമ്മൾ തമ്മിൽ കാണുമോ, ഇതുപോലുള്ള നിമിഷങ്ങൾ ഉണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. നിന്നെ ഞാൻ ഒന്നിനു വേണ്ടി നിർബന്ധിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ലൂഫിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലുമില്ല. അവനങ്ങനെ ക്യാഷ്വൽ ആയിട്ട് നിൽക്കും. അതിന് കാർപ്പ് ആള് കായ് ചുരുട്ടി ഒരൊറ്റ ഇടി. ഞാൻ ഇത്രയും ഫീലിങ്സില് നിന്നോട് സംസാരിച്ചിട്ടും നിനക്കൊരു ഫീലിംഗും ഇല്ലേ? അറ്റ്ലീസ്റ്റ് നിനക്ക് എനിക്കൊരു ടാറ്റയെങ്കിലും തന്ന് യാത്ര അയച്ചൂടെ മാൻ. അവൻ ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാർപ്പ് വന്നത് മുതൽ അവൻ ഇട്ടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെ കാണിക്കും. കാർപ്പ് വന്നു പോയതിനു ശേഷം വലിയൊരു കൊടുങ്കാറ്റ് വീശി പോയ ഫീലിംഗ് ആണ് അവർക്ക്. മാത്രമല്ല ലൂഫി അവൻ ഡ്രാഗന്റെ മകനാണെന്ന് അവർക്കാർക്കും തന്നെ ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഞ്ചി ചോദിക്കും, ലൂഫി എവിടെ പോയി? അതിന് റോബിൻ പറയും, അവനിപ്പോ എൽമപ്പോയോടും കണ്ണാടി പയ്യനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സാഞ്ചി അവൻ ചുറ്റും നോക്കിയിട്ട്, നാമി എവിടെ? അവളെയും കാണാനില്ലല്ലോ. അതിന് റോബിൻ പറയും, അവൾ ഗ്രാൻഡ്മയുടെ കൂടെ സ്വിമ്മിങ് ചെയ്യാൻ ഇപ്പോ പൂളിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ 100-110 അവിടുന്ന് ഓടും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവൻ എൽമപ്പോയോടും കണ്ണാടി പയ്യനോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഒരു പിരിഞ്ഞതിന് ശേഷം അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പറയും. കണ്ണാടി പയ്യൻ പറയും, ഞങ്ങൾ ഈ ഗ്രാൻഡ് ലൈനിലേക്ക് വളരെ എളുപ്പത്തിലെത്തി. ഞങ്ങളുടെ കപ്പലിന്റെ അടിയില് സീ പ്രിസം സ്റ്റോണ് അത് ഘടിപ്പിച്ചിരുന്നു. അതിന്റെ പവർ കൊണ്ട് കടലിലെ അതേ പവർ തന്നെ കടലിലേക്ക് തിരികെ റിലീസ് ചെയ്ത് സീ കിങ്സിനെയും ഞങ്ങൾക്ക് തടസ്സമായി വന്ന മറ്റെല്ലാത്തിനെയും ഞങ്ങൾ തുരത്തി ഓടിച്ചു. അങ്ങനെ വളരെ എളുപ്പത്തില് ഞങ്ങൾ ഇവിടേക്ക് എത്തി. സോ ആർക്ക് വേണമെങ്കിലും സീ പ്രസന്റ് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഗ്രാൻഡ് ലൈനിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒബ്സ്റ്റാക്കിൾസും ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഒരു സ്നെയിൽ കാണിക്കും. ആക്ച്വലി ആ ഒരു സ്നെയിലിലൂടെ കണ്ണാടി പയ്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ നാമി അവിടെ മറ്റൊരു ഭാഗത്തിരുന്ന് പൊളിച്ച് കേൾക്കാണ്. നാമിക്കാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വലിയ ട്രഷറാണ്. അവളൊരു നോട്ട് എടുത്ത് അതെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ എഴുതി വെക്കും. അപ്പൊ കുഞ്ഞിപ്പെണ്ണും അവളുടെ പെറ്റും അവർ രണ്ടുപേരും കൈനീട്ടി നാമിയോട് സ്വിമ്മിംഗ് പൂളിലേക്ക് വരാൻ പറയും. അതിനവള് പറയും, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. നാമി വീണ്ടും അവര് പറയുന്നത് ഇപ്പൊ കേൾക്കാനായിട്ട് തുടങ്ങും. ഉടനെ അവര് ആ നേവി സയന്റിസ്റ്റിന്റെ പേര് പറയും, ഡോക്ടർ നേവ പങ്ക്. അവൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ അത് ഓരോരുത്തരുടെയും ബോഡിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് എന്നിവയെല്ലാം തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു വലിയ കണ്ടുപിടുത്തം കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ഒബ്ജക്റ്റിന് ഡെവിൾ ഫ്രൂട്ട് കഴിക്കാനും അതിന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു പുതിയ ഇൻവെൻഷൻ. കണ്ണാടി പയ്യന്റെ ഏറ്റവും വലിയ സന്തോഷം അവൻ ലൂഫിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് വരെ ഒരു ചെറിയ ലോകത്ത് അടിമയെ പോലെ ജീവിക്കുകയായിരുന്നു. ലൂഫിയെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ലോകം എന്താണെന്നും ലോകത്തില് ഇത്രയും വൈഡ് സ്പേസ് ഉണ്ടെന്നും കണ്ണാടി പയ്യൻ തിരിച്ചറിഞ്ഞത്. കണ്ണാടി പയ്യൻ പറയും, പക്ഷെ ആക്ച്വലി ആ ഒരു കപ്പലിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലൂഫിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ലൂഫിയെ കണ്ടു ഓട്ടോമാറ്റിക്കായി എന്റെ ലൈഫ് മുഴുവനായിട്ടും ചേഞ്ചായി. ലൂഫിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷം. മാത്രമല്ല കണ്ണാടി പയ്യൻ അവൻ ഒരുപാട് ട്രെയിനിങ് എടുത്തും ഇഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇപ്പോ വളർന്നു വലുതായിരിക്കുകയാണ്. മാത്രമല്ല നല്ല സ്ട്രോങ് ആയി മാറി. പക്ഷെ എൽമപ്പോ ആണെങ്കിൽ അവൻ വീണ്ടും അവന്റെ പപ്പയെ കുറിച്ച് തന്നെ പഴയ ഒരുപാട് കാര്യങ്ങൾ തള്ളി മറിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ലൂഫിയുടെ ഗ്രാൻഡ് പ കാർപ്പിനെ കുറിച്ച് വളരെ ബാഡ് ആയിട്ടൊക്കെ അവൻ സംസാരിക്കാൻ തുടങ്ങും. ഇത് കേട്ട് കണ്ണാടി പയ്യന് ടെൻഷനാവും. ഒരിക്കലുമില്ല, അദ്ദേഹമാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. ഇത്രയും ഡൗൺ വെർത്ത് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതേസമയം നാമി അവളാണെങ്കിൽ ഒന്നു വിടാതെ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ആക്ച്വലി അദ്ദേഹം ഒരല്പം ടെററാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയവരാരും മോശമായി പോയിട്ടില്ല. ആളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് അനുഭവിച്ചു. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്താൻ കാരണക്കാരൻ അദ്ദേഹം ഒറ്റ ഒരാളാണ്. ഉടനെ നാമി ആണെങ്കിൽ ആ കോൾ ഡിസ്കണക്ട് ചെയ്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അപ്പ അവളുടെ തൊട്ടു മുകളിലൂടെ ഒരണ്ടാവ് അങ്ങനെ നീന്തി പോകുന്നത് അവൾ കാണും. അത് മറ്റാരുമല്ല, നമ്മുടെ ഗ്രാൻഡ്മയാണെങ്കിൽ എടുത്തു ചാടിയും തുള്ളി കുതിച്ചൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് നീന്തുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കോബി, എൽമപ്പോ, ലൂഫിയുടെ ഗ്രാൻഡ് പ കാർപ്പ് എല്ലാവരും സംസാരിച്ച് ഇപ്പൊ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ലൂഫി ചോദിക്കും, എന്തെങ്കിലും കഴിച്ചിട്ട് കൂടെ നിങ്ങൾക്ക് പോയാ പോരെ? അതിന് കണ്ണാടി പയ്യൻ പറയും, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ഞങ്ങൾ നേവി ടീംസും നീ ഒരു പൈലറ്റ് മെമ്പറുമാണ്. സോ നമ്മൾ ഒരുപാട് നേരം ഒരുമിച്ചിരിക്കുന്നത് ശരിയല്ല. നിനക്ക് ആ ഗ്രാൻഡ് ലൈനിന്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ലൂഫിക്കാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പോയിട്ട് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പോലും യഥാർത്ഥ ഐഡിയ ഒന്നും ഇല്ല. ഉടനെ കണ്ണാടിപ്പയ്യൻ പറയും, സെക്കൻഡ് പാർട്ട് അത് ശരിക്കും ഒരു പുതിയ ലോകമാണ്. ആ ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ലൈനിന്റെ യഥാർത്ഥ ഫേസ്. അവിടെ ചെന്ന നിങ്ങൾക്ക് ഡേഞ്ചറസും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അത് കേട്ട് ചോപ്പറിനും സാൻസിക്കും സോറയ്ക്കും കാണെങ്കിൽ ഇപ്പൊ തന്നെ ഭയങ്കര ആവേശമായി അനന്ത തുന്തുരിതരായി നിൽക്കുകയാണ്. ഇവിടെ കണ്ണാടിപ്പയ്യും പറയും, ഇനി നമ്മുടെ കണ്ടുമുട്ടൽ അവിടെ വെച്ചാവട്ടെ. പക്ഷെ അവിടെ വെച്ച് കണ്ടുമുട്ടിയ നമ്മൾ തമ്മിൽ ഇതുപോലൊരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കില്ല, മറിച്ച് നിന്നെ ഞാൻ ക്യാപ്ചർ ചെയ്യും. ഒരുപക്ഷെ അപ്പോഴേക്കും ഞാൻ ട്രെയിനിങ് ഒക്കെ എടുത്ത് വൈസ് അഡ്മിറൽ വരെ ആയിട്ടുണ്ടാവും. ഉടനെ കണ്ണാടിപ്പയ്യൻ ഒരു സെക്കൻഡ് കുറച്ച് ഓവറായി പോയോ എന്ന് കരുതി അങ്ങനെ ചിന്തിക്കും. ഐ എം സോറി, ഞാനൊരല്പം ഓവറായല്ലേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആവേശം കയറിയ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ലൂഫി പറയും, ഒരു കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ നീയുമായിട്ടൊരു ഫൈറ്റ് അതുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായി. ട്രെയിനിങ് എടുത്ത് നീ പറഞ്ഞതുപോലെ സ്ട്രോങ് ആവണം. സ്ട്രോങ് അല്ല, വൈസ് അഡ്മിറൽ ആവണം. അത് കേട്ട് ലൂഫി ചിരിക്കും. നീ എന്തെങ്കിലുമൊക്കെ ആവണം, എന്നിട്ട് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് കേട്ട് ഇപ്പൊ കണ്ണാടിപ്പയ്യന് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനിയും സ്ട്രോങ് ആയിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് സ്മാർട്ടായിട്ട് വരും. നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ് അവൻ കരയാണ്. അതിനുശേഷം അവൻ മുട്ടുകുത്തി ഇപ്പൊ ലൂഫിയെ നോക്കി അങ്ങനെ കുമ്പിട്ട് നിൽക്കും. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ കപ്പലൊക്കെ എടുത്ത് അവിടുന്ന് വിട്ടുപോവാണ്. ഹെൽമപ്പോ ആണെങ്കിൽ കത്തിയൊക്കെ വീശി കാണിക്കും. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും നിന്നെ വെട്ടി എറിയുന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ആവേശത്തിൽ നിൽക്കും. ഉടനെ സോറോ അവൻ ലൂഫിയോട് പറയും, എന്തു പറ്റി, നിനക്ക് ചുറ്റുമുള്ളവരെല്ലാവരും നിന്റെ എനിമയായി മാറുകയാണല്ലോ. അത് കേട്ട് നമ്മുടെ ചെക്കൻ ചിരിക്കും. ഇവിടെ കണ്ണാടിപ്പയ്യൻ അവൻ എൽമപ്പോട് പറയും, ആക്ച്വലി എല്ലാവരും കരുതിയിരിക്കുന്നത് ആ നേവി ഐലാൻഡ് മുഴുവനായിട്ടും തകർത്തത് സ്ട്രോഹാർ ലൂഫിയൻ ടീമും ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ബസ്റ്റർ കോൾ കൊണ്ടാണ് ആ ഒരു ഐലാൻഡ് മുഴുവൻ തകർന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ആ CP9 ടീമിനെ അവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയത് ലൂഫിയും അവന്റെ ടീമുമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എംബാപ്പെ ടെൻഷനായിട്ട് പറയും, ലൂഫി ചെയ്തത് ശരിക്കും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ടീമിലെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഗവൺമെന്റിന്റെ മുഴുവൻ ഇപ്പൊ വെല്ലുവിളിച്ചിരിക്കുകയാണ്. സോ ലോകം മുഴുവനുള്ള മിലിറ്ററി ഫോഴ്സും ഗവൺമെന്റും ഒക്കെ തന്നെ അവനും അവന്റെ ടീമിനെയും നമ്പർ 1 വില്ലന്മാരുടെ പട്ടികയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി അവരുടെ ഓരോ മൂവ്മെന്റ്സും അത് വളരെ കെയർഫുൾ ആയിരിക്കണം. എപ്പോ വേണമെങ്കിലും നേവി ആൾക്കാര് അവരെ തകർത്തില്ലാതാക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ജനലിന് മുകളിൽ നിൽക്കുന്ന കാർപ്പിനെ കാണിക്കും. കാർപ്പ് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് തള്ളി മറിക്കായിരുന്നല്ലേ. സോ ഇതിന് പണിഷ്മെന്റായി 1 വീക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഫുഡില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ കുളിച്ചും കഴിച്ചും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ഉടനെ ഫ്രാങ്ക് ആൻഡ് ടീംസ് ഇപ്പൊ ലൂഫിയെ കാണാൻ അവിടേക്ക് വരും. പക്ഷെ അപ്പോഴായിരിക്കും അഞ്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രുചികരമായിട്ടുള്ള ഫുഡ് അവരുടെ കണ്ണിലും മൂക്കിലും പെടുക. അടുത്ത സെക്കൻഡ് അവർ ലൂഫിയെ മറന്ന് ആ ഫുഡിന്റെ മുകളിലേക്ക് എടുത്തു ചാടും. ഇവിടെ പൗലി ആണെങ്കിൽ ഇപ്പൊ നാമിയെ കണ്ട് ഷോക്കാവും. അവൾ സ്വിമ്മിംഗ് സ്യൂട്ടിൽ ഇരിക്കുന്നത് കണ്ട് അവൻ വണ്ടറടിക്കും. ഓ മൈ ഗോഡ്, നീ ഇങ്ങനെ ഒരുത്തിയായിരുന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മര്യാദയ്ക്ക് ഈ ഡ്രസ്സ് എടുത്ത് ഉടുക്കാൻ പറഞ്ഞ് ഒരു ഷോളൊക്കെ എടുത്ത് അവളെ പുതപ്പിക്കും. അതിനുശേഷം ഐസ്ബർഗിനോട് പറയും, സാർ പ്ലീസ് ഇവിടേക്ക് നോക്കരുത്, ഈ പെണ്ണിന് തുണിയൊന്നുമില്ല. ഉടനെ ഫ്രാങ്കിയും ഗേൾസും ഒക്കെ അവിടേക്ക് വന്ന് ഡാൻസും പാട്ടും ഫുഡടിയൊക്കെ ആയിട്ട് അവർ ആ ഒരു സായാഹ്നം അത് അടിച്ചു പൊളിക്കാണ്. ഇവിടെ റോബിനാണെങ്കിൽ അവൾ ദൂരത്തായി ഒരു മൂലയ്ക്ക് മാറി നിന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കും. അപ്പോഴായിരിക്കും അവളെപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് അവക്കിജിയുടെ ശബ്ദം അവൾ കേൾക്കുക. അനങ്ങി പോവരുത് റോബിൻ, അവിടെ തന്നെ നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവക്കിജി ചോദിക്കും, നീ സാധാരണ എല്ലാ ഗ്രൂപ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോവാറാണ് പതിവ്, പക്ഷെ എന്തുകൊണ്ടാണ് CP9 ടീമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീ ഇവരെ വിട്ട് പോവാത്തത്? CP9 ടീം അവരുടെ മുമ്പിൽ തോറ്റു പോവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിന്നെ അന്ന് രക്ഷിച്ച ആ ഒരു ജയന്റ് അവൻ എന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. സോ അതുകൊണ്ടാണ് അന്ന് നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിച്ചത്. എന്റെ ഫ്രണ്ട് ജയന്റ് അവൻ നിന്നെ രക്ഷപ്പെടുത്തിയത് നല്ലൊരു ലക്ഷ്യത്തോടു കൂടെയാണ്. ഇപ്പൊ എനിക്കും നിന്നിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. സോ നല്ല രീതിയിൽ നീ ജീവിക്കാൻ തയ്യാറാണോ? അതിന് റോബിൻ അവൾ ഉറപ്പിച്ചു പറയും, തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ ഇനി മുൻപോട്ട് ജീവിക്കും. അത് കേട്ട് അവക്കിജി ഇപ്പൊ സൈക്കിൾ എടുത്ത് അങ്ങനെ അവിടുന്ന് പോവാണ്.
ഉടനെ നമ്മുടെ ലൂഫി അവൻ വാ നിറയെ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് റോബിനെ കാണിച്ചു കൊടുക്കും. അവൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഗ്രാമം മുഴുവൻ അവിടെ ഒത്തുകൂടി വലിയൊരു ഉത്സവം തന്നെ ആഘോഷിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.